بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തുൽ അംബിയ 74, 75, 76 ഈ 3 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. വലൂത്തൻ ആതൈനാഹു, വലൂത്തൻ ഇതിലുള്ള താ നല്ല ശക്തി കൊടുത്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഖുവ്വത്തിൻ്റെ സിഫത്തുകൾ സംഗമിച്ച ഹർഫാണ് താ. ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്, ഇത്ബാഖിൻ്റെ ഹർഫാണ്. തഫ്ഖീം ചെയ്തുകൊണ്ട് അതിനെ ഉച്ചരിക്കണം. വലൂത്തൻ, തൻ എന്നതിൽ ആ തൻവീനാകട്ടെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കേണ്ടതാണ്. ശേഷം ഹംസ വരുന്നത് കൊണ്ട് വലൂത്തൻ ആതൈനാഹു ഹുക്മ, ഹംസയെ വളരെ വ്യക്തമാക്കി ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. പലരും വലൂത്തൻ ആതൈനാഹു എന്ന് പറയും, തെറ്റാണ്, അങ്ങനെ പറയരുത്. വലൂത്തൻ ആതൈനാഹു, ആ എന്ന് വ്യക്തമാക്കണം. ആതൈനാഹു ഹുക്മ, ഹുക്മൻ വഇൽമ, വഇൽമൻ വനജ്ജൈന. ആവർത്തിച്ച് തൻവീനിന് ശേഷം വാവ് വരുന്നു. ഇദ്ഗാം ബിഗുന്ന നാഖസ് നൽകി വാവിലേക്ക് തൻവീനിനെ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഭാഗികമായി ലയിപ്പിക്കുകയാണ്, പൂർണ്ണമല്ല. ഹുക്മൻ വഇൽമൻ വനജ്ജൈന, വനജ്ജൈനാഹു മിനൽ ഖർയ. അൽ ഖർയ ഇതിൽ ഖാഫിനും റായിനും തഫ്ഖീമാണ്. ഖാഫ് ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. റായിന് സുക്കൂനും തൊട്ടു മുമ്പിൽ ഫത്ഹും എന്ന കാരണത്താലുള്ള തഫ്ഖീം അതിനും. അൽ ഖർയ അല്ലതി, അൽ ഖർയതി അല്ലതി കാനത് തഅമൽ, കാനത് തഅമൽ. ഇവിടെ താഇനെ ശേഷമുള്ള തായിൽ ലയിപ്പിക്കുന്നു. ഇദ്ഗാമുൽ മുതമാസിലൈനി സഗീർ എന്നാണ് അതിൻ്റെ പേര്, അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈനി എന്നും പറയാം. താവും പരസ്പരം ലയിപ്പിച്ച് ഒറ്റ ശബ്ദമുള്ള താ ആക്കി ഉച്ചരിക്കുന്നു. കാനത് തഅമലുൽ ഖബായിസ്, അൽ ഖബായിസ്. ഈ പദത്തിൽ ഖാഇനെ തഫ്ഖീം ചെയ്യണം. ഇസ്തിഅലാഇൻ്റെ ഹർഫാണ് ഖാ. ഇതിലുള്ള ദീർഘമാവട്ടെ ബാഇന് ശേഷമുള്ള ബാഇൻ്റെ ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. നിർബന്ധമായും 4 or 5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കണം. അൽ ഖബായിസ് ഇന്നഹും കാനൂ, ശദ്ദുള്ള നൂനിനെ മണിക്കുക. ഈ പദത്തിലെ മീം സാക്കിനത്തായ മീമാണ്. ശേഷം ഖാഫ് വന്നു. ഇൽഹാർ ഷഫവി നൽകി മീമിനെ വെളിവാക്കണം. ഇന്നഹും കാനൂ ഖൗമ സൗഇൻ ഫാസിഖീൻ. ഖൗമ, ഖാഫിന് തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. സൗഇൻ എന്ന ആ തൻവീനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കണം, അവ്യക്തമാക്കി മണിക്കുക. ശേഷം ഫ ആണ്. സൗഇൻ ഫാസിഖീൻ. ഈ പദത്തിലെ ഖാഫിന് കസ്റുള്ളത് കൊണ്ട് കുറഞ്ഞ തഫ്ഖീം നൽകുക. ഫാസിഖീൻ. വഅദ്ഖൽനാഹു, ഈ പദത്തിൽ ദാലിൻ്റെ സുക്കൂനിന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. ഖാഇന് തഫ്ഖീം കൊടുക്കുക. ലാമിനെ ഇൽഹാർ ചെയ്യണം. വഅദ്ഖൽനാഹു, അദ്ഖൽനാഹു എന്ന് ലാമ് ഇദ്ഗാമായി പോകരുത്. വഅദ്ഖൽനാഹു ഫീ റഹ്മതിനാ, റായിനെ തഫ്ഖീം ചെയ്യണം. ഫത്ഹ നൽകപ്പെട്ട റാ. ഇന്നഹു, ശദ്ദുള്ള നൂനിനെ മണിക്കുക. ഇന്നഹു മിനസ് സാലിഹീൻ. അസ്സാലിഹീൻ, സ്വാദിനും ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീമാണ്. ഇസ്തിഅലാഇൻ്റെ ഹർഫ് ആണ് സ്വാദ് എന്നതുകൊണ്ട് അതിനെ തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. മിനസ് സാലിഹീൻ. എല്ലാ ഹർഫുകളും വ്യക്തമായി മഖ്റജിൽ നിന്ന് മൊഴിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യണം. വനൂഹൻ ഇദ് നാദ, ഇവിടെ തൻവീനും ശേഷം ഹംസയും ഇൽഹാർ ഹൽക്കി നൽകി തൻവീനിനെ വെളിവാക്കണം.
വനൂഹൻ ഇദ് നാദാ മിൻ ഖബ്ൽ. മിൻ എന്നതിലെ സാക്കിനത്തായ നൂൻ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിക്കുക. ശേഷം ഖാഫ് വന്നതുകൊണ്ട് മണിക്കലിൽ തഫ്ഖീം വരണം. മിൻ എന്നത് വ്യക്തമാവാതെ മിൻ ഖബ്ൽ എന്ന് അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് തഫ്ഖീമോട് കൂടി ഉച്ചരിക്കുക. ഖാഫിന് പൂർണ്ണമായ തഫ്ഖീം നൽകണം. ഇസ്തിഅലാന്റെ ഹർഫാണ്. ഖബിൽ എന്നതിലെ ബാഇന്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. മിൻ ഖബ്ലു ഫസ്തജബ്ന. ഈ പദത്തിൽ ഫസ്തജബ്ന ബാഇന്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കണം. ഫസ്തജബ്ന ലഹു فنجيناه وأهله من الكرب العظيم. എല്ലാ അക്ഷരങ്ങളും വ്യക്തമായി മഖ്റജിൽ നിന്നും ഉച്ചരിക്കുക. ഹാ അവ്യക്തമായി പോകും പലർക്കും. എല്ലാ ഹർഫുകളും തന്നെ സൂക്ഷിച്ചുകൊണ്ട് വ്യക്തമാക്കി ഉച്ചരിച്ച് പാരായണം ചെയ്യേണ്ടതാണ്. وأهله من الكرب العظيم. الكرب ഈ പദത്തിൽ റായിന് തഫ്ഖീം കൊടുക്കണം. തടിപ്പിച്ചുച്ചരിക്കുക റായിന്. അൽ അദീം ഈ പദത്തിൽ ളാഇന്റെ ഉച്ചാരണവും തഫ്ഖീമോട് കൂടിയാണ്. എന്നാൽ കസ്റ ആയതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ തഫ്ഖീമാണ് ഉണ്ടാവുക. അൽ അദീം ഇസ്തിഅലാന്റെ 7 ഹർഫുകളിൽ പെട്ടതാകുന്നു ളാ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. ولوطا آتيناه حكما وعلما ونجيناه من القرية التي كانت تعمل الخبائث إنهم كانوا قوم سوء فاسقين. وأدخلناه في رحمتنا إنه من الصالحين. ونوحا إذ نادى من قبل فاستجبنا له فنجيناه وأهله من الكرب العظيم.